ഹിമകുന്ദമൃണാളാഭം ദൈത്യാനാം പരമം ഗുരും സർവശാസ്ത്രപ്രവക്താരം ഭാർഗവം പ്രണമാമ്യഹം. സർവശാസ്ത്രങ്ങളുടെയും പ്രവക്താവായ, വിശേഷിച്ച് സംസാരിക്കാൻ പ്രാപ്തിയുള്ള അസുരന്മാരുടെ ആചാര്യൻ ആ ശുക്രനെ ഞാൻ നമസ്കരിക്കുന്നു. പ്രിയമുള്ള പ്രേക്ഷകർ, ശുക്രൻ തൻ്റെ നീചരാശിയിലേക്ക് പ്രവേശിക്കുക. നാം പറയാറുണ്ട് ഏത് കയറ്റത്തിനും ഒരു ഇറക്കമുണ്ടെന്ന്. ശുക്രൻ്റെ ഉച്ചക്ഷേത്രം മീനത്തിലാണ്. അതൊക്കെ കഴിഞ്ഞ് ശുക്രനിത തൻ്റെ നീചക്ഷേത്രത്തിലേക്ക്, ഉച്ചക്ഷേത്രത്തിൻ്റെ 7ാമത്തെ രാശിയിലാണ് ആ ഗ്രഹത്തിൻ്റെ നീചരാശി വരുന്നത്. ശുക്രൻ്റെ ഉച്ചക്ഷേത്രം മീനത്തിലാണ്. ഇവിടെ കന്നിയിലാണ് ശുക്രൻ്റെ നീചക്ഷേത്രം എന്ന് നിങ്ങൾ അറിയുക. ശുക്രനെ കൊണ്ടാണ് ഭൗതിക സുഖവുമായി ബന്ധപ്പെടുന്ന എല്ലാ വിഷയങ്ങളും നാം ചിന്തിക്കേണ്ടത്. സ്ത്രീകൾ, ആഭരണങ്ങൾ, ഭൗതിക സുഖം, നല്ല ഭക്ഷണം, നല്ല സുഹൃത്തുക്കൾ, യാത്ര, ഓൾ മെറ്റീരിയൽ പാർട്ട് ഓഫ് ലൈഫ്. ഭൗതിക സുഖത്തിന് എന്തൊക്കെയുണ്ട് അതിൻ്റെയൊക്കെ കാരകനാണ് ശുക്രൻ എന്നറിയുക. ശുക്രൻ അനിഷ്ടസ്ഥനായാൽ വലിയ പ്രയാസങ്ങളുണ്ടാവും. പലരും സ്ത്രീ വിഷയത്തിലൊക്കെ പെട്ടുപോകും. പലരുടെയും ബന്ധങ്ങൾ, ഫാമിലി ലൈഫ് തകർന്ന് തരിപ്പണമാകും. ദാമ്പത്യത്തിൽ ധാരാളം ഈ ശുക്രൻ ഈ രാശിയിൽ നിൽക്കുന്ന, കന്നിരാശിയിൽ നിൽക്കുന്ന 32 ദിവസം കേസുകളൊക്കെ ധാരാളം വരും. നിസ്സാര കാര്യങ്ങൾക്കൊക്കെ പോക്സോ കേസുകൾ വരിക, അല്ലെങ്കിൽ നിസ്സാര കാര്യങ്ങൾക്കൊക്കെ എന്ത് ചെയ്യുക, ദമ്പതികൾ പരസ്പരം കലഹിച്ച് കോടതിയിൽ പോവുക, പോലീസ് സ്റ്റേഷനിൽ പോവുക, പരസ്പരം പഴിചാരുന്ന ഒരു ദൗർഭാഗ്യകരമായ മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന ഒരു 32 ദിവസങ്ങളാണ് നിങ്ങളുടെ മുന്നിലുള്ളത്, ജ്യോതിശാസ്ത്രത്തിൽ നമ്മുടെ മുന്നിലുള്ളത്. ശുക്രൻ എപ്പോഴാണ് മാറുന്നത്? ശുക്രൻ ഓഗസ്റ്റ് 1-ാം തീയതി മാറി. ഇനി ശുക്രൻ സെപ്റ്റംബർ 2 വരെ 32 ദിനങ്ങളാണ് ശുക്രൻ തൻ്റെ നീചരാശിയിൽ നിൽക്കുന്നത്, കന്നിരാശിയിൽ നിൽക്കുന്നത്. അതിനാൽ എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ ശ്രദ്ധിക്കണം. വ്യക്തിബന്ധങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കുക. തൻ്റെ ഓപ്പോസിറ്റ് സെക്സിനോട് പെരുമാറുന്നതും ഇതൊക്കെ തന്നെ വളരെ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ഇതുമൂലമുണ്ടാകുന്ന അപകടങ്ങൾ ധാരാളം സംഭാവ്യമാണ്. വളരെ ശ്രദ്ധിക്കുക എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. നാം മേടരാശി മുതൽ 12 രാശിക്കാർക്കും ഈ ശുക്രൻ എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. പുരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ എന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ മീനൻ രാശിക്കാർക്ക് ശുക്രൻ നിൽക്കുന്നത് 7ാം ഭാവത്തിലാണ്. 7ാം ഭാവത്തിൽ ശുക്രൻ വരുമ്പോൾ തദംഗേ രുഗ്വ്രണാധികം എന്നൊക്കെ പറയാറുണ്ട്. 7ാം ഭാവം ശുക്രൻ പ്രത്യേകിച്ച് ജനറ്റിക് ഓർഗൻസാണ്. സ്ത്രീകളും പുരുഷന്മാരുമായും ശ്രദ്ധിച്ചു കൊള്ളണം. ഡയാലിസിസ് പേഷ്യൻസ് ശ്രദ്ധിക്കണം. അവരുടെ സ്ത്രീകൾ ഗൈനിക്കായി ബന്ധപ്പെടുന്ന പ്രയാസങ്ങൾ വരും. ഇവിടെ 7ാം ഭാവത്തിൽ ശുക്രൻ വരുമ്പോൾ പ്രിയ കലഹ അസ്തഗതേ സുരദേപ്സു, പ്രിയമായിട്ട് കലഹിക്കുമെന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട്. അതിനാൽ അനാവശ്യമായ ഫാമിലിയിൽ വാദപ്രതിവാദങ്ങളും തർക്കങ്ങളും അന്യ സ്ത്രീകളുമായി അല്ലെങ്കിൽ അന്യപുരുഷനുമായുള്ള സംബന്ധങ്ങൾ ഫാമിലി ലൈഫിനെ വളരെ ഗതികെട്ട ഒരവസ്ഥയിലേക്ക് എത്തിക്കും. വളരെ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അപഖ്യാതികൾ കേൾക്കേണ്ടി വരും. ഈ ഒരു മാസക്കാലം ആഗസ്റ്റ് 7 ആരംഭിച്ചു സെപ്റ്റംബർ 7 വരെ വളരെയധികം ശ്രദ്ധിക്കുക. ധാരാളം പേര് സൗഹൃദങ്ങളൊക്കെ വരും. വളരെ ശ്രദ്ധിക്കുക. ആ സൗഹൃദത്തിലൂടെ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ അത്യന്തം ഭീകരം, ഭയാനകമായിരിക്കുമെന്നറിയുന്നു. ദാമ്പത്യത്തിൽ വലിയ ക്ലേശങ്ങൾ വരും. പരസ്പരം വിശ്വാസത്തോടുകൂടി വർത്തിക്കുന്നവർ നിസ്സാരമായ ഈ ചില വിഷയങ്ങളിലൂടെ തർക്കിച്ച് അത് പിന്നെ വലിയ രീതിയിലുള്ള കലഹത്തിലേക്ക് പോകും. അതിനാൽ വളരെയധികം ജാഗ്രത പാലിക്കണം. മീനം രാശിക്കാർക്ക് പ്രത്യേകം വരട്ടെ. പലപ്പോഴും വിവാഹ തീരുമാനം ഉണ്ടാകും, അല്ലെങ്കിൽ ഡൈവേഴ്സ് കേസ്, വീണ്ടും ഒരു വിവാഹമൊക്കെ, മുടങ്ങിയ വിവാഹം വീണ്ടും പുനർവിവാഹത്തിൻ്റെ യോഗമൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. കാരണം 7ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നത് നല്ലത്. ഇവിടെ 7ാം ഭാവാധിപനും വളരെ ബലവാനാണ്. പലപ്പോഴും യാത്രായോഗമൊക്കെ ഉണ്ടാകും. അന്യദേശത്ത് പോകാനും അവിടെ തൻ്റെ ജീവിതം ക്ലച്ച് പിടിക്കുന്ന ഒരവസ്ഥയൊക്കെ ഈ 7ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ പ്രദാനം ചെയ്യും. കാരണം 7ൽ ശുക്രൻ നിൽക്കുമ്പോൾ അതിനീചകർമ്മ, അത്യന്തം നീചമായ കർമ്മം ചെയ്യുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. പലപ്പോഴും ഈ ശുക്രൻ 7ൽ വരുമ്പോൾ സ്ത്രീകളെ ഉപയോഗിച്ച് വലിയ ബിസിനസ് ചെയ്യുന്നവരുണ്ടാകും. ഡാൻസ് ബാർ നടത്തി കാശുണ്ടാക്കുന്നവരുണ്ട്. അവർക്കൊക്കെ തന്നെ ഈ ഒരു സമയം വളരെ അനുകൂലമാണ്. അവർക്ക് ദേ ക്യാൻ മേക്ക് മണി വെരി ഈസിലി. ശ്രദ്ധിക്കുക. കാരണം മീനൻ രാശിക്കാർക്ക് പ്രായം 5ൽ വ്യാഴമാണ്. ബാക്കിയെല്ലാം അനുകൂലമാണ്. ഏതായാലും നല്ല നന്മകൾ മാത്രം പ്രാർത്ഥിക്കുന്നു മീനൻ രാശിക്കാർക്ക്. നന്ദി, നമസ്തേ.